MSC എൽസ നമ്മുടെ അറബിക്കടൽ അപകടമുണ്ടായ കപ്പലിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ആ അപകടമുണ്ടായി സർക്കാർ അക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ടില്ല എന്ന വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. സർക്കാർ അക്കാര്യത്തിൽ വലിയ പഠനങ്ങളൊക്കെ നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഒടുവിൽ കണ്ടെത്തി 9,531 9531 കോടി ആയതുകൊണ്ട് ഞാനും ഒന്ന് അന്താളിച്ചതാണ്. 9,531 കോടി നഷ്ടപരിഹാരം വേണമെന്നാണ് എന്തായാലും ഹൈക്കോടതിയിൽ കേരള സർക്കാർ MSC എൽസ കമ്പനിക്കെതിരെ, കപ്പൽ കമ്പനിക്കെതിരെയും കപ്പലിനെതിരെയും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരുപക്ഷെ വലിയ രൂപത്തിൽ ചർച്ചയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇത്രയും പണം കെട്ടിവെക്കാൻ ആ കമ്പനിക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. അതുകൊണ്ട് ആ കമ്പനി ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നിട്ടുള്ള ഒരു കപ്പൽ, ആ കപ്പൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൈവശം വെക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ കപ്പൽ MSC അകിറ്റേറ്റ എന്ന കപ്പലാണ്. ആ കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടുണ്ട് ഹൈക്കോടതി. വലിയ രൂപത്തിലാണത്. മലിനീകരണം ഏതാണ്ട് 8,626 കോടിയുടെ മലിനീകരണം ഉണ്ടായിട്ടുണ്ട്. പരിസ്ഥിതി വീണ്ടെടുക്കലും പ്രതിരോധവും 378 കോടി, മത്സ്യത്തൊഴിലാളികളുണ്ടായ നഷ്ടം 526 കോടി. അങ്ങനെയാണ് ഇത്രയും വലിയ 9,531 കോടി രൂപയുടെ കണക്ക് സർക്കാർ സമർപ്പിച്ചത്. സർക്കാർ പക്ഷേ ഈ കണക്കെടുക്കാനായിരിക്കും വൈകിയെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ കണക്കെടുക്കാൻ വൈകുമ്പോൾ സർക്കാർ അതിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. എന്തായാലും കടലിൽ പടർന്ന ഓയിൽ പാടയും ഒഴുകി നടക്കുന്ന കാർഗോയും അടക്കം, പിന്നെ ചത്തുപോയ ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ, അങ്ങനെ നിരവധിയായ കണക്കുകളടക്കമാണ് ഇത്രയും വലിയ തുക കേരളം ചോദിക്കുന്നത്. ആ തുക ചോദിക്കുന്നത് വലിയ അർത്ഥത്തിൽ കേരളത്തിന് സഹായകരമാകുമെന്നുകൂടി കാണാം.